ഈ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഈ തട്ടിപ്പ് ഇത് ഒന്നാം പ്രളയ തട്ടിപ്പ് അല്ല. ഇതില് തട്ടിപ്പ് എന്താണെന്ന് ഷാനിബിദർ വിശദീകരിച്ചിട്ടില്ല. സഹായിക്കാനാണെന്ന് പറഞ്ഞു. ഷാനിബിദർ തട്ടിപ്പ് എന്താണ്? ഇത് FCR ലംഘനം എന്ന് പറയുന്നത് ഒരു തട്ടിപ്പല്ല, ഒരു സാങ്കേതിക പ്രശ്നമാണ്. ഇതിൽ ഈ വിഷയത്തിലെ തട്ടിപ്പ് എന്താണ്, അഴിമതി എന്താണെന്ന് ഷാനി വിശദീകരിച്ചിട്ടില്ല. ഞാൻ പറയാം. ഓക്കെ, 2 മിനിറ്റ് നിങ്ങൾ മിണ്ടാതെ കേട്ടാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് ഏതെങ്കിലും ഒരു വിദേശ നാണ്യ വിനിമയത്തിൻ്റെ നിയമത്തിൻ്റെ പരിധിയിൽ പെടുന്ന ലംഘനം എന്ന നിലയിൽ മാത്രമല്ല ഇതിനെ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ തട്ടിപ്പെന്ന് പറയുന്ന ഇത് ഒന്നാം പ്രളയ തട്ടിപ്പാണ്. ഇതെന്താണ് തട്ടിപ്പ്? വിദേശത്ത് നിന്ന് ഇവർ പിരിച്ച പണം എത്ര കോടി പിരിച്ചു, ആർക്കൊക്കെ കൊടുത്തു എന്നതിൻ്റെ കണക്ക് നൗഫലിൻ്റെ കയ്യിൽ ഏതെങ്കിലും തരത്തിൽ UDF കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമാണ്. അദ്ദേഹം ബോധ്യപ്പെടുത്തിയിട്ടില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇദ്ദേഹം നാട്ടിൽ ഉണ്ടാക്കി കൊടുത്ത വീടുകൾ എന്ന് പറയുന്നത് ഓരോ സ്പോൺസർമാരും നേരിട്ട് വീടുകൾ നിർമ്മിച്ചു കൊടുത്തതാണ്. അങ്ങനെ നേരിട്ട് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിനിടയിൽ എന്തിനാണ് വിദേശത്ത് പോയി കോടിക്കണക്കിന് രൂപ പിരിച്ചത്, ആ പിരിച്ച പണം എന്ത് ചെയ്തു എന്നതാണ് ഇതിനകത്ത് തട്ടിപ്പ് എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ തട്ടിപ്പ് നിങ്ങൾക്ക് ഓർമ്മ കാണില്ല. രണ്ടാമത്തെ തട്ടിപ്പ് ഈ വയനാട്ടിൽ ചൂരൽമലയിലെ മുണ്ടക്കയിലെ പാവപ്പെട്ട മനുഷ്യർ മരിച്ചു വീണ അവിടെ മൃതദേഹത്തിൻ്റെ മണം പോലും മാറാത്ത മണ്ണിൽ നിന്ന് പണം പിരിച്ചിട്ട് ആ പണം കോടിക്കണക്കിന് രൂപ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയ കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് അവിടെ ഇരുന്നിട്ട് പാവങ്ങളെ സഹായിക്കുന്നതാണോ നിങ്ങൾക്ക് കുഴപ്പം എന്ന് ചോദിക്കുന്നത്. ആ പ്രളയ ഫണ്ട് നിങ്ങൾ വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിരിച്ച പണം എത്ര, ആർക്കൊക്കെ വീട് കൊടുത്തു, ഏതൊക്കെ മാസങ്ങളിൽ നിങ്ങൾ കല്ലിട്ടു, ഏതൊക്കെ പഞ്ചായത്തിൽ നിങ്ങൾ പോയിട്ട് അഡ്വാൻസ് കൊടുത്തു, നിങ്ങൾ അവിടെ അഡ്വാൻസ് കൊടുത്തു, ഇവിടെ അഡ്വാൻസ് കൊടുത്തു, ഇന്ന ദിവസം തറക്കല്ലിടും എന്നൊക്കെ പറഞ്ഞ് പച്ചക്കള്ളം ഈ ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയുന്ന നിങ്ങൾ, ഇത് രണ്ടാമത്തെ തട്ടിപ്പാണ്. ദുരന്തബാധിതരെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് നിങ്ങൾ പിരിവ് നടത്തുന്ന രണ്ടാമത്തെ തട്ടിപ്പാണിത്. അപ്പോൾ കോൺഗ്രസ് ഈ കാണിച്ചു കൂട്ടുന്ന എല്ലാ കൊള്ളരുതായ്മകളെയും എല്ലാ തട്ടിപ്പിനെയും നമുക്ക് ശബരിമല പറഞ്ഞ് അതിനെ 2 മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. താങ്കൾ പറയുന്നത് ഈ കണക്കുകൾ അവതരിപ്പിച്ചില്ല എന്നത് മാത്രമാണ് തട്ടിപ്പ്. ഈ കണക്കുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം കണ്ടാലല്ലേ അത് തട്ടിപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ. കുറെ പണം പിരിച്ചു, അത് ഉപയോഗിച്ചില്ല, അത് വേറെ വഴിക്ക് ചിലവഴിച്ചു എന്നതിനൊക്കെയുള്ള തട്ടിപ്പ് എന്ന് പറയാം. അങ്ങനെ തട്ടിപ്പിനെ കുറിച്ച് താങ്കൾ ഇതുവരെ പറഞ്ഞില്ല. താങ്കൾ ഈ പിരിച്ച പണം എത്ര, ഉപയോഗിച്ച പണം എത്ര എന്ന് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ല നൗഫൽ തന്നെ ചോദിച്ച ചോദ്യം എന്താ? ഞാനിത് ആദ്യം ഉന്നയിച്ചപ്പോൾ നൗഫൽ എന്നോട് പറഞ്ഞത് എന്താ? പുനർജനി എന്ന് പറയുന്ന പദ്ധതി ഓരോ അർഹതപ്പെട്ട ആളുകളെയും കണ്ടെത്തി സ്പോൺസർമാരെ നേരിട്ട് ഏൽപ്പിക്കുകയാണ്. അവർക്ക് എന്താണ് ആവശ്യമുള്ളത് സ്പോൺസർമാരെ നേരിട്ട് ഏൽപ്പിക്കുകയാണ് ചെയ്യുക എന്നങ്ങ് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് വിദേശത്ത് പോയിട്ട് ഇത്ര 500 പൗണ്ട് വേണമെന്ന് പറഞ്ഞ് പണം പിരിച്ചത്? അത് ആർക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് പിരിച്ചത്? അത് ബെനിഫിഷ്യറീസിൻ്റെ ലിസ്റ്റ് വെച്ചിട്ടാണോ പിരിച്ചത്? ആ പിരിച്ച പണം എന്ത് ചെയ്തു എന്നതിൻ്റെ കണക്ക് നമുക്ക് അറിയണം എന്നുള്ളത് മാത്രമല്ല, ആ പണം ചെലവഴിച്ചിട്ടില്ല, ആളുകൾക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി ആ പണം ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് വെല്ലുവിളിക്കുന്നു. അവിടുത്തെ ആസ്റ്റർ ഫൗണ്ടേഷനെ പോലെയുള്ള അതുപോലെ കൊച്ചിയിലെ മറ്റ് സംഘടനകളും വ്യക്തികളും നൽകിയ വീടുകളുടെ മേൽ പുനർജനി എന്ന ബോർഡ് വെച്ചതല്ലാതെ വിദേശത്ത് പോയി പല സ്ഥലങ്ങളിലും പോയി ഞാൻ പണം പിരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന വി ഡി സതീശൻ ആ പിരിച്ച പണം കൊണ്ട് നിർമ്മിച്ച ഒരു വീടെങ്കിലും, ഞാനിതാ ഇന്ന സ്ഥലത്ത് പോയി പിരിച്ച പണം കൊണ്ട് നിർമ്മിച്ച വീട് എന്ന് പറഞ്ഞ് ഒരൊറ്റ വീടെങ്കിലും കാണിച്ചു തരാൻ സാധിക്കുമെങ്കിൽ അദ്ദേഹം പറയട്ടെ.